സൂചിപ്പിച്ചത് ഈ ലോഡിനെ കുറിച്ചാണ്. വണ്ടിയുടെ ലോഡ്, ഓവർ ലോഡ് കയറുമ്പോഴുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം, ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഓവർ ലോഡ് വന്ന വണ്ടി പിടിച്ചെടുക്കണം. ഫൈൻ അടിക്കുന്നതോടൊപ്പം ഈ ഡ്രൈവറുടെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യണം. അപ്പൊ ഓരോ ആഴ്ചയിലും എത്ര ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട കോടതി അറിയിക്കണം. അതിലൊരു അപാകത എന്ന് പറയുന്നത് ഈ ഡ്രൈവറെ സംബന്ധിച്ച് പിറ്റേ ദിവസം ജോലി പോകും, ഉടമ മറ്റൊരു ഡ്രൈവറെ കണ്ടെത്തും 3 മാസത്തേക്ക്. ഈ ഡ്രൈവറെ സംബന്ധിച്ച് വളരെ വളരെ വേദനാജനകമായ കാര്യമാണ്. ഡ്രൈവറുടെ കുറ്റം കൊണ്ടല്ല, ഉടമയുടെ താല്പര്യത്തിലാണ് ലോഡ് കൂടുതൽ കയറുന്നത്. ഈ വീഡിയോയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി KB ഗണേഷ് കുമാർ പറയും പോലെ ഓവർലോഡുമായിട്ട് വരുന്ന വണ്ടിയെ പിടിച്ചെടുക്കുക തന്നെ വേണം. പക്ഷേ അതിൽ അദ്ദേഹം ഒരു തെറ്റ് പറയുന്നുണ്ട്. അതായത് ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണം 3 മാസത്തേക്ക് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കുടുംബം പട്ടിണിയാവും. ഈ മുതലാളിയാണെങ്കിൽ, വണ്ടിയുടെ ഓണറാണെങ്കിൽ വേറൊരു ഡ്രൈവറെ കണ്ടെത്തുകയും ചെയ്യും. ഈ 3 മാസം കഴിഞ്ഞിട്ട് അയാൾക്ക് അവിടെ ജോലി കിട്ടുമെന്ന് പോലും അറിയത്തില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണതിന് പകരം ഈ ലോഡ് കയറ്റാൻ പ്രേരിപ്പിച്ച ആളെയും അല്ലെങ്കിൽ ഈ ലോഡ് കയറ്റിയ വണ്ടിയുടെ ഓണറെയും പിടിച്ച് നിയമ നടപടി എടുക്കുന്നതല്ലേ അതിനെക്കാട്ടും കുറച്ചുകൂടി ഉചിതം. അതായത് ഞാൻ പറഞ്ഞുതരാം, ഈ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അന്നൊരു ദിവസം അയാൾ ആ വണ്ടി ചെക്ക് ചെയ്യും, അടുത്ത ദിവസം മുതൽ ആ വണ്ടി ചെക്ക് ചെയ്യാൻ ഫോണിലല്ലോ നിങ്ങൾ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വണ്ടിയായിരിക്കും ചെക്ക് ചെയ്യണത്. ഈ വണ്ടി ഇനി 8 മാസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ പിടിക്കാൻ പോണത്. ഇനി അപ്പം ഇതിൻ്റെ ആക്ഷൻ എടുക്കേണ്ടത്, മെയിനായിട്ട് ആക്ഷൻ എടുക്കേണ്ടത് ആ ആളുടെ അടുത്താണ്. ഏത് നമ്മൾ മറ്റേ ലോഡ് കയറ്റി വിട്ടില്ലേ മുതലാളി, ആ പുള്ളി അല്ലെങ്കിൽ ആ വണ്ടിയുടെ ഓണറിൻ്റെ പേരിലാണ് ആക്ഷൻ എടുക്കേണ്ടത്. അല്ലാതെ ഡ്രൈവർമാരുടെ അല്ല. ഈ ഡ്രൈവർമാരാണെങ്കിൽ വേറൊരു പണിക്കും പോവത്തുമില്ല ഈ വണ്ടി ഓടുന്ന ആൾ. അപ്പോൾ ഈ ലൈസൻസ് ഇല്ലാതായി കഴിഞ്ഞാൽ അയാളുടെ അന്നം മുട്ടും, അയാളുടെ വീട്ടിലെ ഏക വരുമാനം ഇതായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് ഒരിക്കലും ഡ്രൈവർമാരുടെ പേരിലല്ല ഈ കുറ്റം പറഞ്ഞത്. ഇപ്പം ഞാൻ ഓടുന്ന വണ്ടി തന്നെ, ഞാൻ ഒരു സ്കൂൾ ബസ്സാണ് പറഞ്ഞത്, ഞാൻ പല പ്രാവശ്യമായിട്ട് സ്കൂളിൽ പറയുന്നുണ്ട് ഓവർലോഡാണ്. അപ്പോൾ അവർ കേൾക്കണില്ല, അവർ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും കേൾക്കണില്ല. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങളുടെ അടുത്ത് പറ്റില്ല, ഇത് നിങ്ങൾക്ക് പറ്റൂല്ലെങ്കിൽ നിങ്ങൾ കളഞ്ഞിട്ട് പോവുക, നിങ്ങൾ കളഞ്ഞിട്ട് പോകാനാണ് പറയണത്. അല്ലാതെ മാറ്റണ്ട, ഇത് കയറ്റണ്ട, പിള്ളേരെ കയറ്റണ്ട എന്നൊന്നും നമ്മളടുത്ത് പറയണില്ല. അപ്പോൾ ഇത് നമ്മൾ വേറെ ആരെടുത്തെന്ന് പറയാം, സ്കൂളിൽ പറയണുണ്ട്, അവർ കേൾക്കണില്ല. അപ്പോൾ സ്കൂളിൽ നിന്ന് ഞാൻ പറയില്ല. അപ്പോൾ ഡ്രൈവർമാരുടെ പേരിലുള്ള ആക്ഷൻ എടുക്കേണ്ട, സത്യം പറഞ്ഞാൽ ആക്ഷൻ എടുക്കേണ്ടത് ഈ വണ്ടിയുടെ ഓണറിൻ്റെ പേരിലോ അല്ലെങ്കിൽ വണ്ടി ഉടമസ്ഥതയിലിരിക്കുന്ന ആളുടെ പേരിലോ ആണ് ആക്ഷൻ എടുക്കേണ്ടത്. അവരെയാണ് കാര്യം പറഞ്ഞ് ബോധിപ്പിക്കേണ്ടത്. അല്ലെ ഞങ്ങൾക്ക് ഈ ഓവർലോഡ് കയറ്റിക്കൊണ്ടുപോയി വേറെ ആളെ ഇതേപോലെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ ഓവർലോഡ് കയറ്റിക്കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുപോകണമെന്നോ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല ഞങ്ങൾ കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഒരുപാട് സീറ്റിംഗ് കപ്പാസിറ്റിക്ക് മേലെ കയറ്റിക്കൊണ്ടുപോകണം. ഒരുപാട് KSRTC ബസ്സുകൾ, ഒരുപാട് പ്രൈവറ്റ് ബസ്സുകൾ ഞാൻ അധികം കണ്ടിട്ടില്ല. KSRTC ബസ്സുകളാണ് ഇവിടെ എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഇറങ്ങിക്കുമ്പോൾ കാണാം. അവിടെ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ സീറ്റിംഗ് കപ്പാസിറ്റി അല്ല, ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ചരിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന 12-15 പേരും മരിക്കും. ആ തരത്തിലാണ് KSRTC ലോഡ് കയറ്റിക്കൊണ്ട് പോകണം. അപ്പോൾ മാറ്റുമ്പോൾ എല്ലാം മാറ്റുക, അല്ലാതെ പ്രൈവറ്റ് വണ്ടിക്കാരെ മാത്രം അല്ലെങ്കിൽ ഈ പ്രൈവറ്റായിട്ട് ലോഡും ലോറിയും കൊണ്ടുപോകണവരെ മാത്രം പറഞ്ഞ് നന്നാക്കിയിട്ടോ അല്ലെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടോ കാര്യമില്ല. KSRTC ഡ്രൈവർമാർക്കും ഇത് ബാധകമാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് ബാധകമാണ്. അപ്പോൾ ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്ന ഒരുപാട് മുതലാളിമാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അവരെ ആദ്യം കണ്ടുപിടിച്ച് ആക്ഷൻ എടുക്കുക. അവർ ഇങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്തിക്കുക. അല്ലാതെ ഡ്രൈവറിന്റെ പേരിലല്ല, ഡ്രൈവർ പറഞ്ഞിട്ടല്ല, ഡ്രൈവറുടെ ഇഷ്ടത്തിലും അല്ല ഇത്രയും ഇത് കയറ്റുന്നത്. ലോഡ് കയറ്റി തരുന്നു, നമ്മൾ കൊണ്ടുപോകുന്നു, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ ഞങ്ങളുടെ പേരിൽ ആക്ഷൻ എടുത്തിട്ട് വലുതായിട്ടൊന്നും കിട്ടാൻ പോകില്ല. ഞങ്ങളുടെ വീട്ടിൽ അന്നം മുട്ടും, അത്രയേ ഉള്ളൂ.